വിരമിക്കുന്നവർക്ക് KSTA വലപ്പാട് ഉപജില്ലാ കമ്മിറ്റി യാത്രയയപ്പ് നൽകി. നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന യാത്രയയപ്പ് സമ്മേളനം KSTA തൃശൂർ ജില്ലാ സെക്രട്ടറി C. സാജൻ ഇഗ്നേഷ്യസ് ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് MD ദിനകരൻ അധ്യക്ഷനായി. KSTA സംസ്ഥാന കമ്മിറ്റി അംഗം ബിനോയ് T. മോഹൻ ഉപഹാര സമർപ്പണം നടത്തി. TV വിനോദ്, KS സുദിൻ, KR ലയ, AV സുദർശിനി, TR രാഗേഷ് എന്നിവർ വിരമിക്കുന്ന അധ്യാപകരെ പരിചയപ്പെടുത്തി. ജില്ലാ ട്രഷറർ T. വിനോദിനി, PB സജീവ്, TV ചിത്രകുമാർ, ഉപജില്ലാ സെക്രട്ടറി NK സുരേഷ് കുമാർ, ഉപജില്ലാ ട്രഷറർ സ്മിത K. മേനോൻ, വിരമിക്കുന്ന അധ്യാപക നേതാക്കളായ TM ലത, CV സുഭാഷ്, KJ പ്രേംകുമാർ, CS രാജു, EC സജിമോൻ, CS ജ്യോതി ശ്രീവേണി, EA സിന്ധു, ഉഷാകുമാരി KV, ബിന്ദു PB, KK സോഫി, നൂർജഹാൻ PS, സുജാത TG, ശ്രീമോൾ KA, ഷേർലി EB, ഷീജ VK, സുസ്മിത KP എന്നിവർ സംസാരിച്ചു. പുതിയ അധ്യാപക തസ്തിക സൃഷ്ടിച്ചുകൊണ്ട് 2022 മാർച്ച് മാസം 31 വരെ അധ്യാപകന്റെ ജോലി സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ടുള്ള തീർത്തും അധ്യാപകർക്കും പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുന്ന ഏവർക്കും അനുകൂല നടപടികളുമായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകും. ഇക്കാര്യം നമ്മൾ പുതുതായി സർവീസിൽ പ്രവേശിച്ച CBSE ICSE പുതുതായി സർവീസിൽ പ്രവേശിച്ച അധ്യാപകരോട് ഈ രാഷ്ട്രീയം പറയണ്ടേ? എത്ര CBSE ICSE വിദ്യാലയങ്ങളാണ് 2011-16 കാലഘട്ടത്തിൽ UDF സർക്കാർ കേരളത്തിൽ അനുവദിച്ചത്? 1000-ഓളം വരുന്ന CBSE ICSE സ്കൂളുകൾ ഒരു മടിയുമില്ലാതെ കേരളത്തിൽ അനുവദിച്ചു. 4,99,000 കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിൽ എണ്ണം കുറഞ്ഞു. അവിടെയാണ് 11.5 ലക്ഷം കുട്ടികൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെയും സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിലൂടെയും 11.5 ലക്ഷം കുട്ടികൾ അധികമായി എത്തിയത്.